കൃഷ്ണ. ഇന്നത്തെ കളഭാലങ്കാരം. കുഞ്ഞിക്കാലിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ട് കോണകം ഉടുത്തിട്ടുണ്ട്, കഴുത്തിൽ മുല്ലമുട്ടുമാല, കാശുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. വലതു കൈയിൽ വെണ്ണ ഉരുളയും ഇടതു കൈയിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ചെവിപ്പൂക്കളും സ്വർണ്ണകോപ്പിയും ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിൽ 3 തിരുമുടിമാലകളും. വെളുത്തപ്പൂവും തെച്ചിയും ചേർന്നതും വെളുത്തപ്പൂവും തുളസിയും ചേർന്നതും വെളുത്തപ്പൂ മാത്രമായും ഒരു ഉണ്ടമാലയും വെളുത്ത നന്ദ്യാർവട്ടപ്പൂ കൊണ്ട് മാത്രം ഉള്ള ഒരു ഉണ്ടമാലയും ചാർത്തിയിട്ടുണ്ട്. വിധാനമായി തെച്ചിയും തുളസിയും ചേർന്ന 2 ഉണ്ടമാലകളും താമരയും തുളസിയും ചേർന്ന ഒരു ഉണ്ടമാലയും വെളുത്തപ്പൂവും തുളസിയും ചേർത്ത ഒരു ഉണ്ടമാലയും തുളസിപ്പൂവും മാത്രമായി 3 ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണി ഭക്തരെ അനുഗ്രഹിക്കാൻ ശ്രീലകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് കണ്ണൻ എന്നും ഓടക്കുഴലും വെണ്ണയും ഒക്കെ പിടിച്ചിട്ട് മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു പുതിയ യശോദാമ്മ വന്നേ പിന്നെ കുറേ പ്രാവശ്യം ഈ വെണ്ണക്കണ്ണനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെണ്ണ ഉണ്ണുന്ന കണ്ണനാണ് നമുക്ക് കാണുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള രൂപം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതും വെണ്ണയാണ്. ഭഗവാൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് വെണ്ണയാണ്. അപ്പോൾ ഒരുപക്ഷെ കണ്ണൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മളിൽ പലരും കണ്ണനെ വെണ്ണ നിവേദ്യം അർപ്പിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകും വിധമാണ് ശ്രീലകത്ത്. നമുക്ക് ഭഗവാന് മാനസ പൂജ ചെയ്യാം. ആ പൊൻതളകൾ ചാർത്തിയ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച്, പൊന്നരയിൽ തൊട്ട് നമസ്കരിച്ച്, പൊന്നരിഞ്ഞാണത്തിൽ തൊട്ട് നമസ്കരിച്ച്, ആ വെണ്ണയുണ്ണുന്ന കയ്യിൽ തൊട്ട് നമസ്കരിച്ച്, ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന കയ്യിൽ നമസ്കരിച്ച്, 2 കവിളിലും മുത്തം കൊടുത്ത്, നെറുകയിൽ മുത്തം കൊടുത്ത്, ആ കിരീടത്തിൽ തൊട്ട് നമസ്കരിച്ച പൊന്നിൻ കിരീടവും അതിന് മുകളിലോ മയിൽപ്പീലിയും, കാറ്റിലാടുന്ന മയിൽപ്പീലിയും, പൊന്നിൻ കിരീടത്തിൻ്റെ പ്രഭയും, എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പ്രഭയും എല്ലാം കൂടെ ചേർന്നിട്ട് കണ്ണാ ഗുരുവായൂരപ്പ, വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു ആശ്ചര്യ രൂപമാണല്ലോ എൻ്റെ പൊന്നുണ്ണിക്കുള്ളത്. ഈ ഭൂലോക വൈകുണ്ഠത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണൻ്റെ അടുത്ത് ഞാൻ നിന്ന് കണ്ണനെ ഇങ്ങനെ പൂജിക്കുമ്പോൾ ഇതിലും വലിയ ഭാഗ്യം എന്തുണ്ട് കണ്ണാ ഗുരുവായൂരപ്പ. കണ്ണിലും മനസ്സിലും നിറയുന്ന രൂപം. മറ്റൊന്നിനും അപ്പുറത്തേക്ക് എൻ്റെ കണ്ണനെ ഞങ്ങൾ ഓരോരുത്തരും മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു. ദീപധൂപ ആരതി നൽകാം. ഗുരുവായൂരപ്പ കൃഷ്ണ, ധൂപം കൊണ്ട് ആരതി നൽകി, നെയ്ദീപം കൊണ്ട് ആരതി നൽകി, കണ്ണുനീരശ്രുക്കൾ പൊഴിച്ച് പൊന്നുണ്ണിയെ നമുക്ക് മാറോട് ചേർക്കാം. വെണ്ണയൂട്ടി ഉരുക്കി എൻ്റെ കണ്ണ വെഞ്ചാമരം കൊണ്ട് വീശി ഇനി എന്ത് നൽകേണ്ടു ഞങ്ങൾ ഈ എളിയവർക്ക് അങ്ങേക്ക് നൽകുവാൻ? മനസ്സ് നിറയെ സ്നേഹം മാത്രം കണ്ണ. കണ്ണുനീര് നിന്നെ കാണുമ്പോൾ അറിയാതെ വന്നു പോകുന്നു പൊന്നുണ്ണിയെ. അത്രമേൽ നിന്നെ ആഴത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സ്നേഹിക്കുന്നു. ഈ ഉള്ളവരുടെ ഈ എളിയ മാനസ പൂജ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ.